വഖഫ് ബില്ലിനെ അനുകൂലിച്ച മുനമ്പത്തെ പ്രസംഗത്തിൽ മലക്കം മറിഞ്ഞ് ഫ്രാൻസിസ് ജോർജ് എം.പി. തന്റെ പ്രസംഗം തെറ്റായി വ്യാഖ്യാനിച്ചെന്ന് ഫ്രാൻസിസ് ജോർജ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. വഖഫ് ട്രൈബ്യൂണലിന്റെ അപ്രമാദിത്വം ഒഴിവാക്കണമെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചതെന്നും ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കി. ഇങ്ങനെ ഞങ്ങൾ ഏകപക്ഷീയമായി ഇത് ഏറ്റെടുത്തു അല്ലെങ്കിൽ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ആർക്കും ചോദ്യം ചെയ്യാൻ വയ്യ എന്നുള്ളൊരു നിയമം പാടില്ല. അത് മാറ്റണമെന്ന് തന്നെയാണ് നമ്മുടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. അതിനകത്ത് ഒരു മാറ്റവും വരില്ല. പാർലമെന്റിൽ കൃത്യമായി ഈ കാര്യം പറഞ്ഞിരിക്കും. ഒരു മാറ്റവും അതിനകത്തുണ്ടാവില്ല. മുനമ്പത്തെ വിവാദ പ്രസംഗത്തിലെ പരാമർശങ്ങൾ തെറ്റായി പുറത്തുവന്നു. BJP കാസ ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ വഖഫ് ഭേദഗതിയെ പിന്തുണയ്ക്കണമെന്നല്ല താൻ പറഞ്ഞത്. വഖഫ് തർക്കഭൂമികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ ട്രിബ്യൂണലിനപ്പുറം അപ്പീൽ നൽകാൻ സംവിധാനം വേണമെന്നാണ് പ്രസംഗിച്ചതെന്നും ഫ്രാൻസിസ് ജോർജ്. പാർലമെന്റിൽ ഞാൻ ഈ നിയമത്തെ അപ്പാടെ അനുകൂലിക്കുമെന്നൊരു നിലപാട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വഖഫ് ബോർഡ് ഇങ്ങനെയുള്ള വഖഫ് ലാൻഡിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കുമ്പോൾ അതിലൊരു വ്യക്തത വേണം, അതൊരു സുതാര്യമായിരിക്കണം, അതൊട്ട് ഒരു കാരണവശാലും ഏകപക്ഷീയമാകാൻ പാടില്ല. അതിനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാകണം. അത് എല്ലാവർക്കും നല്ലതാണ്. ട്രിബ്യൂണലിൻ്റെ ഒരു തീരുമാനം വന്നു. ആ തീരുമാനത്തോട് ബന്ധപ്പെട്ട കക്ഷികൾക്കൊരു വിയോജിപ്പുണ്ടെങ്കിൽ കോടതിയിൽ പോകാനുള്ളൊരു സൗകര്യം വേണം. ഞാൻ എങ്ങനെയാണ് ഒരു ന്യൂനപക്ഷ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന ഒരു സർക്കാരിനെയോ അല്ലെങ്കിൽ അതിൻ്റെ നയത്തെയോ എങ്ങനെയാണ് ഞാൻ പിന്തുണയ്ക്കുക? ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ. ന്യൂനപക്ഷങ്ങളുടെ ഐക്യം അനിവാര്യമായ സാഹചര്യമാണ്. പാർട്ടി നേതൃത്വത്തെയും UDF നേതൃത്വത്തെയും കാര്യങ്ങൾ ധരിപ്പിച്ചതായും MP. ഞാൻ ഇന്നേ വരെ BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല, ഇനിയും സ്വീകരിക്കുന്ന പ്രശ്നമില്ല. ഞാനിവിടെ മത്സരിച്ചതും വിജയിച്ചതും എൻ്റെ പാർട്ടി നിൽക്കുന്നതും UDFലാണ്. എൻ്റെ നിലപാട് എന്ന് പറയുന്നത് തികച്ചും ഐക്യജനാധിപത്യ മുന്നണിക്കും അതുപോലെ ഇന്ത്യ ബ്ലോക്കിനും എടുക്കുന്ന നിലപാടുകൾക്കനുസൃതമായിട്ട് തന്നെയായിരിക്കും. ഫ്രാൻസിസ് ജോർജിന്റെ മുനമ്പം പ്രസംഗത്തിനെതിരെ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ എതിർപ്പുയർത്തി. വിവിധ മുസ്ലിം സംഘടനകൾ പ്രതിഷേധം അറിയിച്ചതും ഫ്രാൻസിസ് ജോർജിന്റെ നിലപാട് മാറ്റത്തിന് കാരണമായി. മീഡിയ 1 കോട്ടയം.